സാഹിത്യ നഗരം പ്രഖ്യാപന ചടങ്ങ് രാഷ്ട്രീയ പരിപാടിയാക്കി മാറ്റിയെന്ന വിമർശനവുമായി ബിജെപി. കോഴിക്കോട് കോർപ്പറേഷൻ ധൃതി പിടിച്ച് പരിപാടി സംഘടിപ്പിച്ചത് പദവിയുടെ പ്രൗഢി നഷ്ടപ്പെടുത്തി. എം.ടി. വാസുദേവൻ നായർ അടക്കമുള്ള സാഹിത്യകാരന്മാരെ അവഹേളിച്ചുകൊണ്ടാണ് പരിപാടി നടത്തിയതെന്നും ബിജെപി ആരോപിക്കുന്നു. രാജ്യത്തിനൊന്നാകെ അഭിമാനകരമായ നേട്ടമാണ് സാഹിത്യ നഗരം പദവിയിലൂടെ കോഴിക്കോടിന് ലഭിച്ചത്. എന്നാൽ ഇതിന്റെ ശോഭ കെടുത്തും വിധമായിരുന്നു കോഴിക്കോട് കോർപ്പറേഷനും സാഹിത്യ നഗര പ്രഖ്യാപന ചടങ്ങ് നടത്തിയെന്നാണ് ബിജെപിയുടെ ആരോപണം. ഒരു രാഷ്ട്രീയ പരിപാടിയായി ഇതിനെ മാറ്റി. മുഖ്യമന്ത്രിക്ക് വേണ്ടി സമയം പോലെ പരിപാടി നിശ്ചയിച്ചു. എന്നാൽ സാഹിത്യ നഗര പ്രഖ്യാപന ചടങ്ങിൽ മുഖ്യമന്ത്രി എത്തിയില്ല, സാംസ്കാരിക മന്ത്രിയും ഇല്ലായിരുന്നു. ഒടുവിൽ എക്സൈസ് വകുപ്പ് മന്ത്രിക്ക് സാഹിത്യ നഗര പ്രഖ്യാപനം നടത്തേണ്ടി വന്നുവെന്നും ബിജെപി ജില്ലാ പ്രസിഡന്റ് വി.കെ. സജീവൻ കുറ്റപ്പെടുത്തി. സാംസ്കാരിക മന്ത്രിയുടെ സാന്നിധ്യം പോലും ഇല്ലാത്ത ഒരു സാംസ്കാരിക വേദി, ആ വേദിയിൽ മദ്യമന്ത്രിയാണ് ഈ സാംസ്കാരിക നഗരി പ്രഖ്യാപനം നടത്തുന്നത്. എന്തായിരുന്നു ഈ തിടുക്കം? ആർക്ക് വേണ്ടിയിട്ടാണ് ഇത് നടത്തുന്നത്? യുനെസ്കോയ്ക്ക് റിപ്പോർട്ട് നൽകാൻ വേണ്ടി തട്ടിക്കൂട്ടിയ പരിപാടിയാണ് നടത്തിയതെന്നും വി.കെ. സജീവൻ പറഞ്ഞു. പാളത്തിന്റെ തറക്കല്ലിടാൻ പോലും 3 മന്ത്രിമാർ പങ്കെടുക്കാറുണ്ട്. എം.ടി. വാസുദേവൻ നായർ അടക്കമുള്ള സാഹിത്യകാരന്മാരെ അവഹേളിച്ചുകൊണ്ടാണ് പരിപാടി നടത്തിയതെന്നും അദ്ദേഹം ആരോപിച്ചു. സത്യം പറഞ്ഞാൽ എം.ടി. വാസുദേവൻ നായരെയും ഈ കോഴിക്കോട്ടെ സാഹിത്യകാരന്മാരെയും ഒക്കെ അവഹേളിക്കുന്ന ഒരു പരിപാടിയായിട്ടാണ് ഈ സാഹിത്യ നഗരയുടെ ഔപചാരികമായിട്ടുള്ള പ്രഖ്യാപന പരിപാടി ഇപ്പോൾ മാറിയിരിക്കുന്നത്. ജനം, കോഴിക്കോട്.